പല്ല് ക്ലീൻ ചെയ്യുകയാണെന്നതിൻ്റെ പേരിൽ അളവിൽ കൂടുതൽ ബ്രഷ് ചെയ്യുന്നവരാണോ നിങ്ങൾ? അത് നിങ്ങൾക്ക് എന്നെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഈ വീഡിയോ പറയുന്നത്. ഒരു കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ചുണ്ടൊന്ന് റേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ പല്ലിനോട് ചേർന്ന് നിൽക്കുന്ന മോണ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അതിലിത് ഇപ്പം ഈ താഴെ കാണുന്ന പോലെ ഒരു കട്ട് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴിഞ്ഞിരിക്കുന്നത് പോലെ നാവ് കൊണ്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അളവിൽ കൂടുതൽ ബ്രഷ് ചെയ്ത് പല്ലിനെ തന്നെ ഡാമേജ് ചെയ്യുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതുവഴി നിങ്ങൾക്ക് പല്ല് പുളിപ്പും പിന്നീട് അത് വേദനയിലേക്കും നോർമലി ഇരിക്കുന്ന ഒരു ടൂത്തിനെ നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് വെക്കേണ്ട അവസ്ഥയിലേക്കും എത്തിക്കും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നാണ്. ഹാർഡ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിൽസ് ഉള്ള ബ്രഷ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത് സോഫ്റ്റ് അല്ലെങ്കിൽ അൾട്രാ സോഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ 2 മിനിറ്റിൽ കൂടുതൽ ബ്രഷ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരുപാട് പ്രഷറിൽ ബ്രഷ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ പ്രഷർ സെൻസറോട് കൂടി വരുന്ന ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതാവുമ്പോൾ നിങ്ങൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ബ്രഷ് സ്റ്റോപ്പ് ആവും. അതുപോലെ തന്നെ ഈ അബ്രേസീവ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള ടൂത്ത് പൗഡേഴ്സും പിന്നെ ഈ വൈറ്റനിങ് അല്ലെങ്കിൽ ചാർക്കോൾ അടങ്ങിയിട്ടുള്ള ടൂത്ത് പേസ്റ്റും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതുപോലെ നെയിൽ ബൈറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള ഒബ്ജക്ട്സ് വെച്ചിട്ട് പല്ല് ക്ലീൻ ചെയ്യുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ശീലങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അതുപോലെ ഒരു റെഗുലർ ഡെൻ്റൽ ചെക്കപ്പ് നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഈ എഫക്റ്റഡ് ഏരിയനെ നമുക്ക് എങ്ങനെ ട്രീറ്റ് ചെയ്യാം? അതായത് ടൂത്ത് കളേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പോലുള്ള GAC അല്ലെങ്കിൽ കോമ്പോസിറ്റ് വെച്ച് നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ ഇനാമലും ഡെൻ്റലും ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ പൽപ്പിലേക്ക്, അതായത് നമ്മുടെ ലിവിങ് ടിഷ്യൂവിലേക്ക് ഇത് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി അതിനേക്കാളും വലുതാണെങ്കിൽ നമുക്ക് ഒരുപാട് സർജിക്കൽ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി പല്ല് പുളിപ്പ് മാറുന്നതിനായിട്ട് നമുക്ക് ഡീസെൻസിറ്റൈസിങ് ഏജൻസ് അല്ലെങ്കിൽ പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലൂറൈഡ് വാർണിഷും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ടൂത്തിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും പറ്റും. വലിയ വലിയ ഡാമേജുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും കഴിയും. താങ്ക്സ് ഫോർ വാച്ചിങ്.